ആറ്റുകാൽ പൊങ്കാല അങ്ങനെ സമാപനത്തോടടുക്കുകയാണ്. മലയാളികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. നമ്മുടെ സ്വന്തം നിള നമ്പ്യാരാണ്. പൊങ്കാലയുടെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എൻ്റെ ആദ്യ പൊങ്കാലയാണ്. ആദ്യ പൊങ്കാലയാണ്. ഒഫീഷ്യൽ നിളയായതിൻ്റെ ശേഷം ഉള്ള ആദ്യ പൊങ്കാലയാണ്. എങ്ങനെയുണ്ട് പൊങ്കാലയുടെ ഒരു എക്സ്പീരിയൻസ്? ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പൊങ്കാല ഇടുക എന്നുള്ളത്. ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഇന്നത് സഫലമായി. അത് മാത്രമല്ല, ഒരു ഒഫീഷ്യൽ നിളയായി മാറിയതിന് ശേഷം എനിക്ക് ഫസ്റ്റ് പൊങ്കാല ഇടാൻ പറ്റിയത് ഭയങ്കര അനുഗ്രഹമായിട്ട് തോന്നുന്നു. ആ പൊങ്കാലയുടെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതിനു മുമ്പ് വ്രതം എടുക്കണം, അമ്പലത്തിൽ പോകണം, അങ്ങനെ കുറെ കാര്യങ്ങളില്ലേ? അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നിരിക്കില്ലേ? കാരണം ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ പൊങ്കാല എന്ന് പറയുന്നത്, പൊങ്കാല ആദ്യമായിട്ട് ഇടുന്നതല്ലേ? അതിന്റെ അതൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ഇതിന് മാത്രമല്ല, കുറച്ചായി വ്രതം എടുക്കുന്നു. അത് മാത്രമല്ല, റംസാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ടായിരുന്നു. ഇന്നാണ് റംസാൻ. കാരണം ഈ വെയിൽ ആയതുകൊണ്ട് നോമ്പെടുക്കാൻ പറ്റിയില്ല. പക്ഷെ വ്രതം എടുത്തിട്ടുണ്ട്. അപ്പോൾ വ്രതം എടുത്ത് അമ്പലത്തിലൊക്കെ പോയി തന്നെയാണ് പൊങ്കാലിടുന്നത്. പിന്നെ എന്നെ പൊങ്കാലിടുന്നവരോട് പറയാനുള്ളത്, ഇത്രയും വ്രതം എടുത്ത് ഇത്രയും ബുദ്ധിമുട്ടി എല്ലാവരും പൊങ്കാലിടുന്ന പോലെ തന്നെയാണ് ഞാനും ഇടുന്നത്. അപ്പോൾ അത് അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിട്ടല്ലേ. അപ്പോൾ അത് എന്നെ പൊങ്കാല ഇടുന്നവരോട് ഇത്രേ പറയാനുള്ളൂ. അത് നിങ്ങൾ അമ്മയെ പറയുന്ന, അതായത് അമ്മയെ തള്ളി പറയുന്നതിന് തുല്യമാണ്. ആര് പൊങ്കാല ഇടണമെന്ന് അമ്മയാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വരുമല്ലോ നമുക്ക്. എന്തൊക്കെ വിഭവങ്ങളായിരുന്നു പൊങ്കാലയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്? പായസം മാത്രം. അപ്പൊ ആദ്യമായിട്ട് ഈ പായസം ഒക്കെ ഉണ്ടാക്കുമ്പോഴേ അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആരായിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു? ചോദിച്ചിരുന്നു ഫ്രണ്ട്സുകളോട് ചോദിച്ചിരുന്നു. അതല്ലാണ്ട് യൂട്യൂബ് നോക്കിയിരുന്നു. അങ്ങനെയൊക്കെ. വേറെ ആരും കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല? ഒറ്റയ്ക്കാണ് ഇട്ടത്? തനിച്ച. കൊള്ളാം. ഏതായാലും പൊങ്കാല വളരെ നല്ല രീതിയിൽ തന്നെ സമാപിച്ചു എന്ന് പറയാം. ഇനിയിപ്പോ നിവേദ്യത്തിന്റെ സമയമായി. പൊങ്കാല നിവേദിക്കുന്നതോടെ എല്ലാം കഴിയും. അത് കഴിഞ്ഞ് ഇനി എന്താണ് പരിപാടി? അതായത് വീട്ടിലേക്ക് തിരിച്ചു പോയി വീട്ടിലേക്ക് തിരിച്ചു പോകണം, ഫ്രഷ് ആവണം. അതന്നെ. ഇനി അടുത്ത റംസാനുള്ള കാത്തിരിപ്പാണല്ലേ? അതെ. റംസാൻ വരുന്നു. അതിന്റെ റംസാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതുണ്ട് കൂടെ. അതാണ് എല്ലാവരും തിരുവനന്തപുരത്തുള്ള എല്ലാവരും പൊങ്കാലയ്ക്കായുള്ള ഇപ്പൊ ട്രിവാൻഡ്രത്തിന്റെ ഒരു ഐശ്വര്യം തന്നെ പറയാം. നാട് മൊത്തം ഐശ്വര്യം പരത്തുന്ന ഇപ്പൊ ട്രിവാൻഡ്രമാണല്ലോ. അപ്പൊ അതൊരു കേരളത്തിലുള്ള എല്ലാവരും ഇന്ന് ശ്രദ്ധിക്കുന്നത് ട്രിവാൻഡ്രത്തേക്കാണ്. അതെ. ഇവിടെയുള്ള ജനങ്ങളൊന്നും എവിടെയും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത്രയും ഒരു ഐശ്വര്യം ബ്ലെസ്സിങ്ങും നിൽക്കുന്ന ഒരു സ്ഥലത്ത് വന്നു എനിക്കും പൊങ്കാലിടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം, ഒത്തിരി സന്തോഷം. അപ്പോൾ ഈ ട്രിവാൻഡ്രം ഉള്ള എല്ലാവരുടെ അനുഗ്രഹങ്ങളും നമുക്കും ഉണ്ടാവുമല്ലോ, ആ ബ്ലെസ്സിങ്. കാരണം എല്ലാവരും ഓരോ പ്രാർത്ഥനയായിട്ട് വരുന്നതാണ്. എല്ലാവർക്കും ഓരോരോ പ്രാർത്ഥനകളുണ്ടാവും. അതെല്ലാം എല്ലാവരും സഫലമാകട്ടെ, കൂടെ എൻ്റെതും. അതാണ്, എല്ലാവരും ആഘോഷത്തിലാണ്. പൊങ്കാല ഏകദേശം സമാപിക്കാനായി. നിവേദ്യം കൂടി പൂർത്തിയാകുന്നതോടെ പൊങ്കാലയുടെ ഈ വർഷത്തെ പൊങ്കാല അവസാനിക്കാനാവുകയാണ്. ക്യാമറമാൻ അരുണിനോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ, ന്യൂസ് 18.